നല്ല മനസ്സിലുള്ള ആളാണ് അത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ് ഫ്രീ ആ നാട്ടിലെ. അപ്പൊ ഫാമിലിയുമായിട്ടൊരു ഔട്ടിങ്ങിന് പോവാട്ടില്ലേറെ. പാത്തുണ്ട്, പാത്തുവിന്റെ ഇപ്പിയൊക്കെ ഉണ്ടാറേ. വെറുതെ ഒരു വയനാട് യാത്ര അറിയേ. അപ്പൊ അതിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ കമന്റ് ചെയ്യണോ എന്ന് ചെയ്യാല്ലേ. പിന്നെ പാത്തുവിന്റെ അനുസരിച്ചുണ്ട്, അനുസരിച്ചും കുട്ടികളൊക്കെ ഉണ്ടാരാ. അപ്പൊ അനുസരിച്ചും കുട്ടികളൊക്കെ വയനാട് ഇതുവരെ കണ്ടിട്ടില്ല അത്ര. അപ്പൊ അങ്ങനെ ഞങ്ങളൊരു യാത്രയാണ്, ഔട്ടിങ്ങിൻ്റെയാണ്. പിന്നെ ഞങ്ങക്ക് ഔട്ടിങ് എന്നല്ല, ഞങ്ങക്ക് പിന്നെ താമരശ്ശേരി വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ആ യാത്ര അങ്ങോട്ട് പിന്നെ വയനാടൊന്ന് കയറി ഇറങ്ങാന്നുള്ള ലക്ഷ്യത്തോടെ അങ്ങനെ പോവാണ് അറിയാം. അപ്പൊ അത് ചെറിയൊരു വീഡിയോ ആണ് അറിയാം. അപ്പൊ ഇത് ഞങ്ങൾ താമരശ്ശേരി ഇറങ്ങിയതാണല്ലേ. ഇവിടേക്കാണ് ഞങ്ങൾ വന്നിട്ടില്ല. ഇവിടെ ഒരു ഡോക്ടറെ കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വന്നതാണ് അറിയാം. അപ്പൊ അതിനിറങ്ങിയതാണ്. അപ്പൊ അവിടെ തട്ടുകട ഉണ്ട്, രണ്ട് ചേച്ചിയാടെ. അപ്പൊ അവിടുന്ന് ചായ പിടിച്ചാലേ പരിപാടിയാണ്. വെറുതെ രസമല്ലേ ചായ പിടിച്ചാൽ. അപ്പൊ അതിന്റെ ഉള്ളിൽ സ്ഥലം എല്ലാവരും മരത്തുമ്പൊക്കെ എടുത്തിട്ടുണ്ടോ. മാത്രം കുട്ടികളൊക്കെ മരത്തുമ്പ അറിയും. ചെറിയ കടയിൽ ചായക്കിലെ തിരക്കാണ്. പിന്നെ ഓർക്ക് ഇതൊക്കെ രസമാണ്. അങ്ങനെയൊക്കെ വേണം. ചായ ഉണ്ടോ? വെള്ളം വേണ്ട എനിക്ക്. ചായക്ക് റേറ്റില് ഇതിന് നടാട വയനാട് കാണലൊന്നും ഇല്ലട്ടില്ലേ. പിന്നെ ഈ വണ്ടിന് നടാട വയനാട് കാണലൊന്നും ഇല്ല. ഞങ്ങളെ വേറൊരു ആവശ്യത്തിന് പോരാണ്. അപ്പൊ കൊടുന്നതാണ് ഇതൊക്കെ. ചണ്ടി ചിരക്കൊക്കെ ഞാൻ കൊടുത്തു കൂടാണ് ബാക്കിലുണ്ട്. അപ്പൊ ഇതില് കുറച്ചാൾക്കാരാണ് ഞങ്ങള് വയനാട് ഇഷ്ടം പോലെ കണ്ടിക്കണം. അപ്പൊ ഇനി ഓരോ ഇരട്ടോടി കാണിച്ചാൽ കൊണ്ടുപോകാണ്. വയനാടേ ഇരട്ടോടിയും കാണിച്ചാൽ കൊണ്ടുപോകാണ്. അപ്പൊ അതിന് പോവാണ്. അപ്പൊ ഇവിടെ ചെറിയൊരു ആവശ്യം, ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അത് നിർത്തിയാണ്. ഡോക്ടറെ കണ്ടിട്ട് പോകാൻ വേണ്ടിയാണ്. അപ്പൊ എല്ലാരും എന്താ പറയാ, വയനാട് കാണാത്ത ഞാനിങ്ങനെ തൊട്ട് കാണിച്ചു തരാം. അത് വയനാട് കാണിച്ചു കൊടുക്കാം. വയനാട് പോയി തരുക കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പോകാനില്ല യാത്ര. ബാക്കി യാത്ര ഇനി ഞാൻ കാണിച്ചു തരാറ്. അപ്പൊ ഞങ്ങൾ അവിടുന്ന് ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങളെ യാത്ര തുടർന്നു കേട്ടോ. നേരെ ചുരം കയറാല്ലേ എത്തുമ്പോ കയറി അറിയും. അപ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് ചുരം കണ്ടതേക്കാണ്. പക്ഷെ എന്നാലും കുട്ടികൾക്ക് ഇതൊക്കെ രസമല്ലേ അറിയാം. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊരു രസമല്ലേ അറിയാം. ചുരമായാലും എത്ര യാത്ര ചെയ്താലും മടുക്കാത്തൊരു സ്ഥലമല്ലേ വയനാട്. ചുരത്തുമുക്ക് ഇങ്ങനെ പോകുമ്പോൾ പറയും. അപ്പം അങ്ങനെ ഞങ്ങൾ ചുരത്തുമുക്ക് ഇങ്ങനെ യാത്ര ചെയ്തിട്ട് വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ. അങ്ങനെ ചുരം കയറി രണ്ടാമത്തെ വളവും കഴിഞ്ഞ് പോകട്ടെ. അപ്പോൾ ഞങ്ങളൊരു സ്വിഫ്റ്റ് ബസ്സിന്റെ ബാക്കിൽ പെട്ടിക്കണം. അവന് മാറിയും തരണില്ല. മാറി തരണം. പിന്നെ പെരുന്നാളിൻ്റെതൊക്കെ ആയിട്ട് ചുരത്തുമ്പോൾ തിരക്കാതെ വണ്ടി ഇങ്ങോട്ട് പിന്നെ അപ്പം നമുക്ക് കയറി പോകാനും പറ്റില്ല. പിന്നെ നമ്മളെ വണ്ടി കുറച്ച് വലുതാണ്. പെട്ടെന്ന് തന്നെ നമുക്കും വലിയ പരിചയമൊന്നുമില്ല. വണ്ടി പെട്ടെന്ന് വലിപ്പിച്ച് പോകാനും ഗതിയാണ്. ആ ബസ്സുകാരൻ തന്നെ സ്ഥലത്ത് മാറിയിട്ട് പോകണമില്ല. അങ്ങനെ ഓൻ്റെ ബാക്കിൽ ഇങ്ങനെ കുടുങ്ങിക്കണം. അപ്പം ഇങ്ങനെ പോവുകയാണ് ഒന്നും മാറി തരുന്നില്ല. നമ്മള് പിന്നെ ഇത് യാത്രയല്ലേ. അപ്പൊ പിന്നെ കുറച്ച് വൈകിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാർ മേപ്പോട്ട് കയറി പോകണ്ട. അവിടെയും ചൂടാണ്. എന്താന്നറിയില്ല. എല്ലാരും കയറി പോകുന്നു. ഞങ്ങൾ പോകുന്നുണ്ട്. ഞങ്ങൾ പിന്നെ എന്താറോ വയനാട് കാണുന്ന അങ്ങനെ ഞങ്ങള് മുകളിലെത്തിട്ടോ. ഏകദേശം മുകളിലെത്തി. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് കണ്ട തേയിലത്തോട്ടല്ലേ. അവിടെ എത്തിയപ്പോ നിർത്തിക്കാണ്ട് എല്ലാവരും പുറത്തിറങ്ങിയത് അവിടെ നിർത്തി. അപ്പൊ അവിടെ റോപ്പുമ്പോ പോണാക്കണ്ട. കണ്ടപ്പോ അതിൻ്റെ അവിടെ ഒന്ന് പോകരുത്. ഒരു തേയിലത്തോട്ടം കാണാൻ വാങ്ങിക്കണ്. ഫോട്ടോ എടുത്തോളി ഫോൺ എടുത്താണ്ട്. ഓ പെരുന്നാളായിട്ടോ കണ്ടമാനം ആളുണ്ട്. റോപ്പ് മൂക്കില് നിങ്ങൾക്ക് വേണോ റോപ്പ് മൂക്കില്? എന്ത് അപ്പൊ ഇതാണ് അറിയാം വയനാട് വന്നിട്ട് നാടാടെ ഒന്നല്ലോ ഇടക്കിടക്ക് പോകാറുണ്ട്.
നടാടൊന്നല്ല, ഞങ്ങൾ ഇടക്കിടക്ക് പോലെ ഞങ്ങൾ വെറുതെ പറയണത്. ഒരാളുണ്ട് നടാട പോരാണ്. എന്താണ് എങ്ങോട്ട് പോന്നിക്കണത്? ചായക്ക് പോന്നിക്കാണ, ചായക്ക് പോന്നിക്കാണ. ഇന്ന് പോന്നിക്കണോ? ഇന്ന് ബാക്കിലിക്കണോല് ഫസ്റ്റ് വന്നാലല്ലേ, ഫസ്റ്റ് വന്നാലല്ല. ആ അപ്പൊ കേസ് ഇതാണ് ഞങ്ങളെ വയനാട് യാത്ര ആരെ. പിന്നെ ഇവിടെ തേയിലത്തോട്ടുണ്ട്. റോപ്പോ പോണ വെച്ചാൽ പോർക്ക് പോകണ്ടായിരുന്നു. അപ്പൊ അതാണ് റനൊക്കെ ഉണ്ട്. റന എങ്ങനെ ഉണ്ട്? റന ഒന്ന് ക്ഷീണത്തിലാണ്. ചായ കുടിച്ചു. എന്ത് ദോശയും ചപ്പാത്തി. എങ്ങനെയുണ്ട് യാത്ര? നീ വെറും യാത്രയാണ്, ഭക്ഷണം ഒന്നും കഴിച്ചണ്ടേ? അല്ല നിങ്ങളപ്പോ മോഹം മുതലാല്. അവിടുന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങള് ചീസാക്കിയാ ചെയ്തു. ആ കുഞ്ഞുട്ടി ഞങ്ങൾ ഇടക്കിടക്ക് തേയില ചേട്ടൻ കാണുന്നുണ്ട്. ഓ ഇതിങ്ങനെ ഇരിക്കാണല്ലേ VIP മോഡല് ആൾക്കാർ. എന്ത് എന്തിനാ കഴിച്ച? അപ്പൊ ഞങ്ങള് ഹോട്ടലിൽ കയറിയ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലിട്ടെ. വീഡിയോ ലെങ്ത് ആവുന്ന വീഡിയോ ഇവിടെ നിർത്താണ്. ഇതിന്റെ ബാക്കി വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ വെച്ചാൽ അത് ഒരുപാട് ലെങ്ത്തായി നിങ്ങൾക്ക് കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടാവും, ഒരുപാട് ടൈം. അപ്പോൾ ഭക്ഷണം കണ്ടിട്ട് കണ്ണ് തള്ളിയ പാത്തുവിനെയും പിന്നെ റെനെയൊക്കെ കാണാൻ ഇതിന്റെ ബാക്കി വീഡിയോ അറിയാം.